മഴയുള്ള ഈ ഒരു ദിവസം മനോഹരമായ ചില ചിന്തകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും അപകടകാരിയായ വ്യക്തി എന്നെ വഞ്ചിച്ച ഒരാളോ എന്നെ വേദനിപ്പിച്ച ഒരാളോ അല്ല. വീണ്ടും വീണ്ടും ആ മുറിവ് തുറന്ന് അത് ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഞാൻ തന്നെയാണ്. എന്റെ ആ ഒരു സ്വഭാവമാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എന്ന് വെച്ചാല് ഒരാള് നമ്മളെ വേദനിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ അവര് പറഞ്ഞ വാക്കുകളോ ചെയ്ത പ്രവൃത്തികളോ നൽകിയ വഞ്ചനയോ അത് ഒരു പ്രാവശ്യം നടന്ന സംഭവമാണ് അല്ലെ. എന്നാൽ ആ സംഭവത്തെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ട് അതേ വേദന ദിവസവും ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ സ്വന്തം മനസ്സിന്റെ കഴിവുകേടാണ് അല്ലെ. വേദന ഒരിക്കലും വരും, പക്ഷെ കഷ്ടപ്പാട് നിലനിൽക്കുന്നത് നമ്മൾ അതിനെ വീണ്ടും വീണ്ടും പോറ്റി വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് എന്നുള്ള എന്റെ ഒരു തോട്ട്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ എഴുതിയിടണം കേട്ടോ. ഒരു വ്യക്തി എന്നെ അപമാനിച്ചു, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ വഞ്ചിച്ചു, തെറ്റിദ്ധരിച്ചു എന്നത് അവരുടെ മാത്രം പ്രവൃത്തിയാണ് അല്ലെ. പക്ഷെ അതിനുശേഷം എന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ മതിയായ ഒരാളായിരുന്നില്ലേ, എനിക്കത് നേരത്തെ മനസ്സിലാക്കാമായിരുന്നില്ലേ, ഞാൻ എന്തിനാണ് അവരെ വിശ്വസിച്ചത് എന്നൊക്കെ രാത്രിയും പകലും ചിന്തിച്ച് സ്വയം വേദനിക്കുന്നത് എന്റെ മനസ്സിന്റെ മാത്രം പ്രവൃത്തിയാണല്ലേ. ഒരുപാട് കാലം ഞാൻ അങ്ങനെ എന്റെ സമയങ്ങൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ രാവിലത്തെ ചായ കൂടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ ഡോവും കുഞ്ഞുങ്ങളുടെ ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട്, അത് കൊണ്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറെ ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ കുറെ നാളുകളായിട്ട് ഞാൻ വീട്ടിൽ തന്നെ കട്ട തൈര് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്, നമ്മൾ പുറമേന്ന് മേടിക്കുന്നേക്കാളും നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ പാല് മേടിച്ചിട്ട് കട്ട തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൽ ഒട്ടും ജലാംശമൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല എന്താ പറയാ, നല്ല മെഴുകു പോലെ ഇരിക്കണം, അടിപൊളി ടേസ്റ്റ് ഉള്ളത്. ചോറിന്റെ കൂടെ അത് കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് അത് മാത്രം ഉണ്ടെങ്കിലും ഒരു ചെറിയ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സ്വർഗം, അത്ര ടേസ്റ്റ്. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഇപ്പൊ വീട്ടിൽ തന്നെ ഇങ്ങനെ തൈര് ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്ന കേട്ടോ. അപ്പൊ ഞാനത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇന്നലെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി ഇപ്പൊ ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ. ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഡോമുഞ്ഞുങ്ങൾക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് മിച്ചം അടിച്ചിട്ട് വരാം. അതിനുശേഷം നമുക്ക് നല്ലൊരു വയനാടൻ ചിക്കൻ കറി വെക്കാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വേദനയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒരുപാട് കാലം ഞാൻ പലതും ചിന്തിച്ച് സ്വയം വേദനിപ്പിക്കുന്നത് അതെന്റെ മനസ്സിന്റെ തന്നെ ഒരു പ്രവൃത്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇപ്പം നമ്മളെ വേദനിപ്പിച്ച വ്യക്തി അതാണോ പെണ്ണോ ആരും ആകാം, അവര് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സമാധാനത്തോടെ മുന്നോട്ട് പോവുമായിരിക്കും. പക്ഷെ ഞാൻ മാത്രമായിരിക്കും ആ പഴയ സംഭവത്തിന്റെ തീയിലിരുന്ന് കത്തി ദഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പം എന്റെ പങ്കാളിത്തമില്ലാതെ എന്നെ ആർക്കും നിരന്തരം വേദനിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ ചിന്തകളും സംസാരത്തിന്റെ കൂടെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് 1 ലിറ്റർ പാലാണ് കേട്ടോ. അത് നന്നായി അടുപ്പത്ത് വെച്ച് ഒരു 5 മിനിറ്റ് ഞാൻ തിളപ്പിക്കും കേട്ടോ. തിളപ്പിച്ചിട്ട് അത് തണുപ്പിക്കാൻ വെക്കും, വെറുതെ ഓപ്പൺ ആയിട്ട് തന്നെ വെക്കും. എന്നിട്ട് അതിലൊരു 30 ഡിഗ്രി 35 ഡിഗ്രി ആ ഒരു ചൂട്, ഇളം ചൂടെന്ന് പറയാം, ഇളം ചൂടുള്ളപ്പോ നമ്മള് പുളിയുള്ള നല്ല തൈര് കുറച്ച് ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് അതിലേക്ക് ഞാൻ ഒഴിച്ചു വെക്കും. അതിനുശേഷം അത് മൂടി ഭദ്രമായിട്ട് പുറത്ത് തന്നെ വെക്കും. ഒരു 14 മണിക്കൂർ അല്ലെങ്കിൽ 13 മണിക്കൂർ ആ രീതിയിൽ പുളിപ്പിക്കാനായിട്ട് വെക്കും. അതിനുശേഷം ഞാനത് എടുത്തിട്ട് അരിക്കല്ല, വെള്ളം ഊറി പോകാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കുക, തണുപ്പിക്കുക. അങ്ങനെയാണ് ഞാൻ കട്ട തൈര് ഉണ്ടാക്കുന്നത്. ആ പ്രോസസ്സ് കൂടി ഞാൻ ഈ കൂട്ടത്തിൽ കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ വേദനാജനകമായ പല സംഭവങ്ങളും ഉണ്ടായേക്കാം. പക്ഷെ അത് ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അത് കടന്നു പോകും. പിന്നെ എന്റെ ഒരു പങ്കാളിത്തം ഇല്ലാതെ എന്നെ പിന്നെ നിരന്തരം ഒരാൾക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല അല്ലെ. അപ്പൊ അത് ഒഴിവാക്കി ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ പറിച്ച് നടുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. ഇപ്പം ഒരു വ്യക്തി എന്റെ മേലെ കുറെ ചെളി എറിഞ്ഞു എന്ന് കരുതുക, അത് അവരുടെ ഒരു ചീത്ത പ്രവൃത്തിയാണ്, അവരുടെ മനസ്സിന്റെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിന്റെ. പക്ഷെ എല്ലാ ദിവസവും ഞാൻ ആ ചെളി എടുത്ത് വീണ്ടും വീണ്ടും ശരീരത്തിൽ പുരട്ടുകയാണെങ്കിൽ ആ പ്രവൃത്തി തുടരുന്ന അവരല്ലോ, ഞാൻ തന്നെയല്ലേ. അപ്പം ലോകത്തിലെ എന്ത് സംഭവം നമ്മളെ വല്ലാതെ ചില സമയത്ത് വേദനിപ്പിച്ചേക്കാം. പക്ഷെ എന്റെ മനസ്സാണ് അത് ആ കാര്യം തന്നെ ഓർത്ത് 1000 പ്രാവശ്യം വേദനിക്കണോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ. ഇപ്പൊ പലരും കരുതും ഞാൻ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് ശരിയാണെന്ന് കരുതില്ലേ എന്ന്. ഇങ്ങനെ ക്ഷമിക്കൂ എന്ന് ഓരോരുത്തർ പറയുമ്പോ നമ്മൾ അങ്ങനെ കരുതും. അല്ല, അങ്ങനെയല്ല. വിട്ടുകളയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചെയ്ത പ്രവൃത്തി ശരിയായിരുന്നു, ഞാൻ ചെയ്ത് തെറ്റായി പോയി എന്നൊരർത്ഥമല്ല അതിനുള്ളത്. അവര് ചെയ്ത തെറ്റിന് ഇനി എന്റെ മനസ്സിൽ താമസിക്കാൻ അവർക്ക് ഞാൻ അനുവാദം കൊടുക്കില്ല, സ്ഥലം കൊടുക്കില്ല എന്നുള്ളതാണ് അതിലെ കാര്യം.
എന്തുകൊണ്ടാണ് ചില ആളുകളുടെ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ ചില വാക്കുകൾ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നത് എന്ന് ഞാൻ കുറെ കാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പലരുടെ വാക്കുകളിലും പലരുടെ ഉപദേശങ്ങളിലും ഒക്കെ കുറെ ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയുടെ അടുത്ത് പോയിട്ട് ആരെങ്കിലും മലയെ നീ വളരെ ദുർബലനാണ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ മല ഒരിക്കലും കുലുങ്ങില്ല. ഇപ്പൊ ആകാശത്തോട് ഒരാൾ പറയാണ് നീ വളരെ മോശമാണ്, മലിനമാണ് എന്ന് പറഞ്ഞാൽ ആകാശത്തിനൊന്നും സംഭവിക്കുന്നില്ല അല്ലെ. പക്ഷെ ഒരാൾ നമ്മളോട് നീ വിലയില്ലാത്ത ഒരാളാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കുകൾ നമ്മളെ വല്ലാതെ തകർക്കുന്നുണ്ടെങ്കിൽ കാരണം ആ വാക്കിനുള്ളിൽ നമ്മൾ തന്നെ ഒരു ചെറിയ സംശയം സൂക്ഷിക്കുന്നുണ്ടല്ലേ, ആണോ ഞാൻ ഇനി വിലയില്ലാത്ത ഒരാളാണോ എന്നുള്ള ഒരു സംശയം നമുക്ക് തന്നെ ഉണ്ട് എന്നാണ് അർത്ഥം അല്ലെ. ചെറു ചൂടോടുകൂടി പാലിലേക്ക് പുളിയുള്ള തൈരും കൂടി ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ അടച്ചിട്ട് പുറമേ തന്നെ ഒരു 10, 12 അല്ലെങ്കിൽ 13 മണിക്കൂർ അങ്ങനെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അടച്ച് സൂക്ഷിച്ചങ്ങ് വെക്കും കേട്ടോ ഞാൻ. അപ്പൊ കണ്ടല്ലോ കൂട്ടുകാരെ, ഇതാണ് നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ 1 ലിറ്റർ പാല് മേടിക്കുക, ഇതുപോലെ തിളപ്പിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ അങ്ങ് ആക്കി വെക്കുക. മൺകലം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അടുത്തുള്ള പാത്രം ആ ഒരു രീതിയിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് ഇനിയിപ്പോ പിറ്റേ ദിവസം അതായത് ഒരു 14 മണിക്കൂറെങ്കിലും കഴിഞ്ഞാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോ ഇന്നലെ വൈകുന്നേരം രാത്രി ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഞാനിത് ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നേ ഉള്ളൂ. കുറച്ചു നേരോട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ഇന്നലെ രാത്രി നിങ്ങൾ ഇങ്ങനെ തിളപ്പിച്ച് റെഡിയാക്കുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം പിറ്റേ ദിവസം വൈകുന്നേരം നിങ്ങൾ അങ്ങനെ ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്താൽ മതി. ഓക്കെ ആയിട്ട് നല്ലതായിട്ട് തന്നെ കിട്ടും. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പിറ്റേ ദിവസം നമ്മൾ ചെയ്യേണ്ടത് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറെങ്കിലും മിനിമം കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു അരിപ്പ എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ ഒരു അത്യാവശ്യം കട്ട തൈരായിട്ടുണ്ടാവും അത് ആ ഒരു കട്ട തൈര് എടുത്തിങ്ങനെ ഒഴിച്ചു വെക്കുക. ഒഴിച്ചു വെച്ചിട്ട് അതിന് വെള്ളം മുഴുവൻ ഊർന്നു പോകണം. അപ്പൊ ഇതേപോലെയുള്ള നേർത്ത ഹോളുള്ള മൈക്രോ ഫൈബറിന്റെ നല്ല അടിപൊളി അരിപ്പയാണ് ഇത് കേട്ടോ. നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടാ, ഇത് എല്ലാവരും മേടിക്കുന്നുണ്ട്. ഞാനത് ഒരെണ്ണം മോഡലിനെ ഇവിടെ എടുത്ത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവച്ചാണ്. എല്ലാവരും മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്ന അത്ര ഉപകാരമാണ് ഇത്. മൈക്രോ ഫൈബറിന്റെ നേർത്ത ഹോളുകൾ ഉള്ളതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തേങ്ങ ചിരകിയിട്ട് നമ്മൾ പാല് പിഴിയുമ്പോഴോ അല്ലെങ്കിൽ എണ്ണ നമ്മൾ തല തേക്കാൻ എന്തെങ്കിലും ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് ആ സമയത്തും ഇങ്ങനെയുള്ള പർപ്പസിനൊക്കെ ബെസ്റ്റ് ചോയ്സ് ആണ് ഇത്തരത്തിലുള്ള അരിപ്പ. ഇതാകുമ്പോൾ തുരുമ്പെടുക്കത്തുമില്ല, നല്ല വൃത്തിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുപോലെ നല്ല ഉറപ്പാണ് ഇതിനകത്ത്. ഞാനിപ്പോ എത്ര നാളുകളായിട്ട് നമ്മുടെ ഹെയർ ഓയിലൊക്കെ തുടങ്ങിയ കാലം മുതൽ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ഒരെണ്ണം ഹെയർ ഓയിലും ബാക്കിയുള്ളതിനൊക്കെ ഞാൻ സെപ്പറേറ്റ് ഓരോ പ്രൊഡക്റ്റിന് എടുക്കുന്നത് ഞാൻ ഓരോരോ ബോക്സിലാക്കിയിട്ട് ഞാൻ അടച്ചു വെക്കത്തേ ഉള്ളൂ. അങ്ങനെ അപ്പൊ ഞാൻ ചെയ്യുന്നത് പിറ്റേ ദിവസം ഇതേപോലെ ആയി കിട്ടുന്ന ഒരുവിധം കട്ട തൈരായിട്ടുണ്ട് അത് ഓൾറെഡി. അപ്പൊ ആ കട്ട തൈര് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് സ്പൂണും കൊണ്ട് തന്നെ ഉടച്ചിട്ട് നേരെ ഞാൻ ഇങ്ങനത്തെ അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും. അപ്പൊ രണ്ടുണ്ട് കാര്യം, നമ്മുടെ തൈര് ഒന്നോടെ കട്ടയായിട്ട് തണുത്ത് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും, പ്ലസ് വെള്ളം എല്ലാം ഊർന്ന് പൊയ്ക്കോളും താനും. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം നമ്മുടെ തൈരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പുളിച്ചു കഴിയുമ്പോ ആ തൈരിൽ ധാരാളം വെള്ളം കൂടി ചേർന്നിട്ട് നല്ല കട്ട തൈരായിട്ട് ഇതേപോലെ ഇരിപ്പുണ്ടാവും. പക്ഷെ നമുക്ക് ഇത് ഒന്നുകൂടി ഒരു പ്രോസസ്സിൽ കൂടി കടക്കും. അപ്പൊ നമുക്ക് ഈ തൈര് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇതുണ്ടോ, നല്ല കട്ട തൈരായിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് നന്നായിട്ട് ഇതിലെ വെള്ളം എല്ലാം പോകാൻ പാകത്തിന് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. നല്ല കൊഴുപ്പുള്ള നല്ല തൈരാണേ. ഇനി ഇങ്ങനെ ഇതിന്റെ വെള്ളം മുഴുവൻ ഊർന്നു പോകും കേട്ടോ. അങ്ങനെയാണ്. ഇതിൽ കുറെ വെള്ളമുണ്ട്, ആ വെള്ളം മുഴുവൻ ഊർന്നു പോകണം. അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വെക്കാം. ഇതിങ്ങനെ അങ്ങ് അടച്ചു വെക്കാം. എന്നിട്ട് നേരെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോ രാത്രി വരെ, അത്രയും സമയം, ഇപ്പൊ രാവിലെ ഇല്ലേ ഉള്ളൂ, വൈകുന്നേരം രാത്രി വരെ അങ്ങനെ ഇത് ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ നേരത്തെ നമ്മൾ എടുത്താൽ മതി. ഒരു 3-4 മണിക്കൂർ എന്തായാലും സമയം കൊടുക്കണം ഇതിലെ വെള്ളം മുഴുവൻ ഊർന്നു പോകാൻ. നാളെ എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതങ്ങ് വെച്ചിട്ട് ഇതിനെ റെഡി ആയി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മൾ ആ കലത്തിൽ ഇപ്പൊ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ, ആ കലമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഇങ്ങനത്തെ നല്ല ബ്രിസ്റ്റിലുള്ള ഇങ്ങനത്തെ ഫൈബറിന്റെ ഇതുപോലെ നല്ല ബ്രിസ്റ്റിലുള്ള ഈ ബോട്ടിൽ ബ്രഷ് കേട്ടോ. അതേപോലെ നമുക്ക് കൈ ഇറക്കി
ബാക്കി കഴുകിയെടുക്കാൻ പറ്റാത്ത എന്തിനും, ഫ്ലാസ്കിനും അതുപോലെ ബാക്കി ഇതുപോലെ വാവട്ടം കുറവുള്ള കലങ്ങൾക്കും എന്ത് പാത്രം ആയിക്കോട്ടെ അതിന് ബെസ്റ്റ് ചോയ്സ് ആണ് ഇങ്ങനത്തെ ഈ ഒരു ക്ലീനിങ് ബ്രഷ് കേട്ടോ. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. ബോട്ടിൽ ബ്രഷ് എന്നുള്ള പേരിൽ നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പറയട്ടെ. നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും യൂസ്ഫുൾ ആണ്. നമ്മൾ ലേഡീസിനും ബ്യൂട്ടിപരമായ കാര്യങ്ങൾക്കും ഹെൽത്തിനും അതുപോലെ കിച്ചൺ പർപ്പസിനും അതേപോലെ കിച്ചൺ ആവശ്യങ്ങൾക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നേരെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പറയട്ടോ. ഈ സ്ക്രീനിൽ കാണുന്നതാണ് എന്റെ വാട്സ്ആപ്പ് നമ്പർ കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് എടുത്ത് വെക്കട്ടെ, പാത്രം ആ കലവൊക്കെ കഴുകി വെക്കട്ടെ. എന്നിട്ട് ഇത് നേരെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും സമയം, അതായത് ഒരു 3-4 മണിക്കൂർ എന്തായാലും സമയം കൊടുക്കണം. ഫ്രിഡ്ജിൽ തണുത്ത് ഇതിലെ വെള്ളം എല്ലാം പോയി നല്ല കട്ട തൈരായിട്ടിരിക്കും. അത് അന്നേരം റെഡി ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ അടുക്കളയിൽ തന്നെ ഇത് നമ്മുടെ ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇതേപോലെ ഒരു കണ്ണാടി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ പല പർപ്പസ് ഉണ്ട്. ചില സമയത്ത് ഞാൻ എന്റെ കസ്തൂരി മഞ്ഞളും രക്തശാലി ഫേസ് പാക്ക് ഒക്കെ ബോട്ടിലാക്കിയിട്ട് ഞാൻ ഇവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടുന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് മുഖത്തിട്ടിട്ട് നമുക്ക് കിച്ചണിൽ തന്നെ നമ്മൾ പണിയൊക്കെ എടുത്ത് നടക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊരു പർപ്പസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുഖം ഒന്ന് നോക്കണം, അതിന് വേണ്ടിയിട്ട് അങ്ങനെ പല പർപ്പസ് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ണാടി, ഈ ഒട്ടിക്കുന്ന കണ്ണാടിയാണ് ഇത്. നല്ലതാണ്. എപ്പോഴും നമ്മുടെ ലേഡീസിന്റെ സ്വഭാവമല്ലേ എപ്പോഴും കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കാന്ന് പറയുന്നത്. ആ സ്വഭാവം എന്റെ ചെറുപ്പം പോലെ തുടങ്ങിയത് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കസ്തൂരി മഞ്ഞളും രക്തശാലി ഫേസ് പാക്കും ഒക്കെ ഞാൻ കിച്ചണിൽ ഇവിടുത്തെ കബോർഡ് താഴെ അവിടെ വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ കിച്ചൺ വർക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അല്ലെങ്കിൽ അതിനായിട്ടൊരു സമയം കണ്ടെത്താൻ ചിലപ്പോൾ മിക്ക ദിവസവും നമ്മൾ മറന്നു പോകും. പിന്നെ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുഖത്തിടാൻ തോന്നത്തുമില്ല. അങ്ങനെ മുഖത്തും കൈത്തേലും കൂടിയാണ് ഞാൻ ഇടുന്നത്. അപ്പൊ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇവിടുന്ന് തന്നെ എടുത്തിട്ട് കുറച്ച് പാലും കൂടി ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പാലും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് പാലിലാണ് ഞാൻ എപ്പോഴും കസ്തൂരി മഞ്ഞൾ ഇടുന്നത്. എന്നിട്ട് ഇവിടുന്ന് തന്നെ മുഖത്തിട്ട് അപ്പൊ ഇവിടുന്ന് തന്നെ അങ്ങനെ ഇട്ടിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് നേരെ വാഷ് ബേസിനിൽ പോയിട്ട് നമുക്ക് കഴുകി കളയാൻ പറ്റും. മുഖം ഒന്നും ഇട്ടിട്ടല്ല മുഖം കഴുകിയിട്ട് പ്ലെയിൻ വാട്ടറിൽ നമ്മൾ മുഖം കഴിയാൻ മതി. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയും മാക്സിമം നമ്മൾ മുഖത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നനച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് കഴുകി കളയണം. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വിണ്ട് കീറി ആ ഒരു രീതിയിലേക്ക് ആവാൻ നിൽക്കണ്ട. കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഇട്ടാല് കുറെ പേര് വെച്ചായിരുന്നു കസ്തൂരി മഞ്ഞൾ ഫേസ് പാക്ക് ഒന്നിച്ചിടാൻ പറ്റുമെന്ന്. മിക്സ് ചെയ്തിട്ടിടാൻ ഒരു കുഴപ്പമില്ല. ഞാൻ പക്ഷെ സെപ്പറേറ്റ് തന്നെ ഇടുന്നത്. ഒരു ദിവസം കസ്തൂരി മഞ്ഞളാണെങ്കിൽ പിന്നെ ചിലപ്പോൾ ഓർക്കുമ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ രക്തശാലി ഫേസ് പാക്ക് ഇടും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ. അപ്പൊ ഇവിടെ ആകുമ്പോൾ എന്തിനെങ്കിലും കബോർഡ് തുറക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരും, അയ്യോ കസ്തൂരി മഞ്ഞൾ ഇടണമല്ലോ എന്ന്. അങ്ങനെ എടുത്തിടാൻ പറ്റും. അങ്ങനെ പല പർപ്പസുകളുണ്ട് ഞാൻ ഇവിടെ ഒരു കണ്ണാടി ഫിക്സ് ചെയ്തേക്കണേ. ഇതിന്റെ ഒരു പർപ്പസ് നല്ല സമതല പ്രദേശത്തെ കണ്ണാടി ഫിക്സ് ആക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മുഖം ഭയങ്കര വിരൂപമായിട്ട് തോന്നും, എന്തോ ഇങ്ങനെ ഷെയ്ക്ക് ആയ പോലെ അങ്ങനെ തോന്നും. ഇല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് കസ്തൂരി മഞ്ഞൾ ഇടാൻ മുഖത്തുനിന്ന്. അപ്പൊ ഞാൻ പോയിട്ട് മുഖം നന്നായിട്ടൊന്ന് നമ്മുടെ തന്നെ ഫേസ് വാഷ് പൗഡർ ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഫേസ് പാക്ക്, നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ ഫേസ് പാക്ക് ഇടാം. പകുതി പേർക്ക് കസ്തൂരി മഞ്ഞൾ എന്താ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ കളറും. നമ്മൾ സെയിൽ ചെയ്യുന്ന പാക്കറ്റ് ഇതാണ് കേട്ടോ, 100 ഗ്രാമിന്റെ. ഇത് കണ്ടോ, വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. അപ്പൊ 100 ഗ്രാം മേടിച്ച് എത്രയോ നാളത്തേന് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഇതേപോലെ ഒരു ഡപ്പയിൽ ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചേക്കും. അങ്ങനെയാണ്. കാറ്റ് കയറരുത്. കാറ്റ് കയറാതെ ഇതുപോലെ ഒരു ഡപ്പയിലേക്ക് നന്നായിട്ട് അടച്ചു വെച്ചേക്കുക. ഇതാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന കസ്തൂരി മഞ്ഞളുടെ 100 ഗ്രാമിന്റെ പാക്കറ്റ്. എത്ര പാക്കറ്റ് വേണമെങ്കിലും മേടിച്ചു വെക്കാം. ഇപ്പോഴാണെങ്കിൽ ഓഫർ സെയിൽ ഉണ്ട്. 2 എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പൈസ ലാഭത്തിൽ ഞാൻ തരുന്നുണ്ട്. ആ രീതിക്ക് ആവശ്യമുള്ളവർ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരാട്ടോ. വീണ്ടും നമുക്ക് നമ്മുടെ സംസാരത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനിപ്പിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു വ്യക്തി മാത്രമല്ല അല്ലെ, നമ്മളിൽ തന്നെയുള്ള ചില പഴയ മുറിവുകളും കൂടിയാണ് അല്ലെ. ഇപ്പൊ ഒരാള് നമ്മളെ വളരെ മോശമായ രീതിയിൽ ചതിച്ചു, വഞ്ചിച്ചു, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു മെസ്സേജുകൾ കണ്ടിന്യൂസ് വിടുന്നു, പക്ഷെ നമുക്ക് അതിന് റിപ്ലൈ തരുന്നില്ല. അങ്ങനെ ഏതോ രീതിയിലായിക്കോട്ടെ, പുറമേ നോക്കുമ്പോൾ അതൊക്കെ ഒരു ചെറിയ സംഭവമായിട്ട് മാത്രം നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് ഉണർത്തുന്നത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ള ഒരു, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു വേദനയായിരിക്കും. അപ്പൊ നമുക്ക് തന്നെ തോന്നും നമുക്ക് അതിനുള്ള കഴിവില്ലേ, അല്ലെങ്കിൽ നമുക്ക് അതിന് അർഹതയില്ലേ. ആ ഒരു രീതിയിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ കൊണ്ടുപോകും ഇല്ലേ. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ആരാണ് എന്നെ വേദനിപ്പിച്ചത് എന്ന ഒരു ചോദ്യം മാത്രമല്ല, മറ്റൊരു ചോദ്യം കൂടി നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം. ഈ വേദന എന്റെ ഉള്ളിലേക്ക് ഏത് വാതിലിലൂടെ വന്നു, അല്ലെങ്കിൽ എന്റെ ഏത് ഭയമാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരാൾക്ക് എന്നെ ചതിക്കാനും വേദനിപ്പിക്കാനും പറ്റി എന്നുള്ളത് എന്റെ തന്നെ മനസ്സിലെ ഏത് പ്രശ്നമാണ് എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മുടെ ഉള്ളിൽ ഉണർത്തണം.
അപ്പൊ കാരണം ഒരു മുറിവിന്റെ വാതിൽ കണ്ടെത്തിയാൽ മാത്രമേ അതിന് നമുക്ക് അടയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പം ശക്തനായ ഒരു മനുഷ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കല്ല് പോലെ വികാരം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു വേദനകളും നമുക്ക് ഫീൽ ചെയ്യാത്ത വിധത്തിൽ നമ്മുടെ വാതിലെല്ലാം, മനസ്സിന്റെ വാതിലെല്ലാം, ഹൃദയത്തിന്റെ വാതിലെല്ലാം അടച്ചു പൂട്ടിയിരിക്കണം എന്നുള്ളതാണ് കുറേ പേരെങ്കിലും കരുതി വെച്ചിരിക്കുന്നത് അല്ലെ. വേദനിക്കാതെ നമ്മുടെ ഹൃദയം അടച്ചിടണമെന്ന്. അപ്പൊ ചിലർ അങ്ങനെയാണ്. പിന്നെ വേദനിക്കാതിരിക്കാൻ അവര് മതില് കെട്ടും. അപ്പൊ അവരതിനെ സ്വയം ശക്തി എന്ന് വിളിക്കും, സ്വയം ലവ് എന്ന് വിളിക്കും, അങ്ങനെയൊക്കെ. പിന്നെ ആരെ വിശ്വസിക്കത്തില്ല. അതിന് അവര് ഭയങ്കര പക്വതയായി എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സ്നേഹം നമ്മൾ നേടുവോ, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുവോ, അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, ഒരു പ്രത്യേക കല്ല് പോലെയുള്ള അവസ്ഥയിലേക്ക് കുറെ പേര് മാറിപ്പോകുന്ന കാണാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വേദനാജനകമായ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോ. പക്ഷെ അങ്ങനെ അല്ല ശരിക്കും വേണ്ട. അതൊരു തരം തടവറയിലേക്ക് നമ്മൾ തന്നെ പോവുക, ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോവുക, ജീവിതത്തെ ആസ്വദിക്കേണ്ടാത്ത വിധത്തിലേക്ക് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ തടവറയിലാക്കുന്നതിന് തുല്യമാണല്ലേ. സത്യത്തില് ഒരു യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്, ഹൃദയത്തിന്റെ, മനസ്സിന്റെ, നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത്, ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഒന്നും അനുഭവിക്കാതിരിക്കുക എന്നുള്ളതല്ല അല്ലെ. എല്ലാം അനുഭവിച്ചിട്ടും, എല്ലാ വേദനകളും അനുഭവിച്ചിട്ടും, മറ്റുള്ളവർ നമ്മളെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും മുറിപ്പെടുത്തിയിട്ടും ആ വേദനയെല്ലാം അനുഭവിച്ചിട്ടും അതിന്റെ അടിമയാകാതിരിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പം ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പുഴയിൽ കൂടി ഒരു ഒഴുകുന്ന വെള്ളമെല്ലാം ഈ കല്ലിനെ സ്പർശിക്കുന്നുണ്ട് ഒരുപാട് തവണ. പക്ഷെ ആ ഒരു നദിയൊന്നും കല്ലായി മാറുന്നില്ല അല്ലെ. അല്ലെങ്കിൽ ആകാശം കൊടുങ്കാറ്റിനെ സ്വീകരിക്കും, പക്ഷെ കൊടുങ്കാറ്റായി ആ ആകാശം മാറുന്നില്ലല്ലോ ഒരിക്കലും. ഇപ്പൊ കണ്ണാടിയിൽ നമ്മൾ ഇപ്പൊ ഞാൻ കണ്ണാടി നോക്കുന്നു, എന്റെ മുഖം ഈ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖമാണ് പ്രതിഫലിപ്പിക്കുന്നത്. കണ്ണാടി ഒരിക്കലും ആ പ്രതിഫലിക്കുന്ന ഒരാളായിട്ട് മാറുന്നില്ല അല്ലെ. ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ എന്റെ ഒരു സമാധാനം മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്തോ അവരുടെ കൈ കൊടുക്കാതെ ഇരുന്നാൽ മതി നമ്മളല്ലേ. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം മാത്രമാണ്, ഒരു അധ്യായം മാത്രമാണെന്ന് നമ്മളങ്ങ് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പിന്നെ ആ സംഭവത്തിൽ അങ്ങനെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കത്തില്ല. നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയായി തീരും പിന്നീട് അല്ലെ. ആ ഒരു രീതിയിലേക്ക് ഞാൻ എന്റെ ചിന്തകളെ എല്ലാം മാറ്റിയെടുത്തു. ഇപ്പൊ എന്റെ ഒരു മുറിവ് എന്റെ ഒരു കഥയാണ്, പക്ഷെ എന്റെ ഫ്യൂച്ചറിന്റെ ഒരു ഉടമയല്ല ആ കഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ എന്റെ ജീവിതത്തിൽ എത്രയോ ദുഃഖങ്ങള്, ദുരിതങ്ങള് മറ്റുള്ളവർ തന്നിരിക്കുന്നു. അത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതൊരു ഒരു പഴയ സംഭവം അങ്ങനെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ അത് എന്നും ജീവിച്ചിരിക്കുന്ന ഒരു മുറിവായിരിക്കും അല്ലെ. പക്ഷേ ആ ഒരു മുറിവിൽ തന്നെ ഞാൻ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും നേടാൻ കഴിയില്ല, ഞാൻ ഒരു മതിയായ ആളല്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വേവലോടെ ഞാൻ എന്റെ ജീവിതം ഉരുകി തീർക്കും. അങ്ങനെ അല്ലല്ലോ വേണ്ടതല്ലേ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ എന്റെയൊക്കെ ജീവിതത്തിൽ എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എന്നെ ഒരുപാട് അപമാനിച്ചവരുണ്ട്, രൂപത്തെ കുറിച്ച് അപമാനിച്ചവരുണ്ട്, കഴിവില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവരുണ്ട്, ഒരുപാട് പിന്നെ നമ്മൾ ദുഷ്ടയാണെന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തിയവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ തന്നവരുണ്ട്. പക്ഷെ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയുടെ വാക്കിലല്ലേ പ്രവൃത്തിയിൽ മുങ്ങി ഞാൻ എന്റെ ജീവിതം തകർക്കാൻ നിന്നു കൊടുത്താല് ഞാൻ പിന്നെ എപ്പോഴൊക്കെ കണ്ണാടി നോക്കുമ്പോഴും എന്റെ സ്വന്തം സൗന്ദര്യം കാണാൻ എനിക്ക് പറ്റില്ല. ഞാൻ കേട്ട ആ വാക്കുകളെ ഓർക്കത്തുള്ളൂ അല്ലെ. നിനക്ക് കഴിവില്ല, സൗന്ദര്യമില്ല, കാണാൻ ഭംഗിയില്ല, നീ കിളവിയാണ്, ആ ഒരു വാക്കുകൾ മാത്രമേ എനിക്ക് ഓർമ്മ വരുള്ളൂ അല്ലെ. ഇല്ലെങ്കിൽ ഞാനൊരു പുതിയ അവസരം ലഭിക്കുമ്പോൾ വിജയിക്കാനുള്ള കഴിവിന് മുമ്പ് നിനക്ക് കഴിവില്ല എന്നുള്ള ആ പറഞ്ഞ വാക്കുകൾ മാത്രം ഓർത്ത് പരാജയപ്പെടുമോ എന്നുള്ള ഭയം വരും. അപ്പൊ എനിക്ക് ഒന്നും തുടങ്ങാൻ പറ്റാതെയായി പോലെ. മുറിവ് ശരീരത്തിൽ മാത്രമല്ല എന്റെ വിശ്വാസത്തിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ എന്റെ ഒരു ചിന്തകളിലേക്ക് അതങ്ങ് ആഴത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം പോലും എനിക്കത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പിന്നീട് അത് മനസ്സിലാക്കിയെടുത്തു, എന്നെ വേദനിപ്പിച്ച ആ വ്യക്തിക്ക് എന്റെ ഇന്നത്തെ ജീവിതം നിയന്ത്രിക്കാൻ ഞാൻ എന്തിനാണ് അനുമതി നൽകുന്നത് അല്ലെ. മുന്നോട്ടുള്ള ജീവിതം നിയന്ത്രിക്കാൻ ഞാൻ എന്തിനാണ് ഫ്രോഡായിട്ടുള്ള നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക്, അതാണോ പെണ്ണോ ആരോ ആയിട്ട് അവർക്ക് അനുവാദം കൊടുക്കുന്നത് അല്ലെ. അവര് പറഞ്ഞ ഒരു വാക്കിന് വേണ്ടി ഞാൻ എന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണല്ലേ. അല്ലെങ്കിൽ അവര് ചെയ്ത ഒരു തെറ്റിന് വേണ്ടി ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ എന്നെ തന്നെ ശിക്ഷിക്കുന്ന എന്തിനാണല്ലേ. അവര് പോയത് കൊണ്ട് എന്റെ വില കുറയില്ല, അവര് പറഞ്ഞ വാക്കുകൾ കൊണ്ട് എന്റെ വിലയോ ഗുണമോ ഒന്നും കുറയാൻ പോകുന്നില്ല അല്ലെ. ഇപ്പൊ ഒരു വ്യക്തി നമ്മളെ ഉപേക്ഷിച്ചു പോയത് കൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു വ്യക്തി ആകുന്നില്ല ഞാനല്ലേ. ഒരാളുടെ സ്നേഹം മനസ്സിലാക്കാത്തത് കൊണ്ട്, ഇപ്പൊ ഒരാൾ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തത് കൊണ്ട് എന്റെ സ്നേഹത്തിന് വിലയില്ലാതാകുന്നില്ല അല്ലെ. എനിക്ക് നന്നായിട്ട് ഒരാളെ കെയർ ചെയ്യാൻ അറിയാം, സ്നേഹിക്കാൻ അറിയാം, പ്രൊട്ടക്ട് ചെയ്യാൻ അറിയാം, ആ സ്നേഹം ആസ്വദിക്കാനും എനിക്കറിയാം. അതൊക്കെ എന്റെ കഴിവാണ്. അതൊരു വ്യക്തി പറഞ്ഞതുകൊണ്ട് ഇല്ലാതാകുന്നില്ലല്ലോ അല്ലെ.
നമ്മുടെ ചുറ്റും എനിക്ക് വരുന്ന മെസ്സേജുകൾ കൂടി എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, പല സ്ത്രീകളും അവരുടെ പഴയ ബന്ധങ്ങളുടെ ചാരത്തിൽ ഇരുന്നുകൊണ്ട് പുതിയ ജീവിതത്തെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും എന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാലോ എന്ന ഭയം കൊണ്ട് അവർ ഹൃദയം അങ്ങ് അടച്ചിടുവാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മതില് കെട്ടിയ ഹൃദയത്തിന് വേദന കുറയാം, പക്ഷെ സ്നേഹം കടന്നു വരാനോ അല്ലെങ്കിൽ സ്നേഹം ആസ്വദിക്കാനോ ഒന്നും പിന്നെ കഴിയാതെയായി പോകും. നമ്മൾ ശക്തിയായ ഒരു സ്ത്രീ ആണെങ്കിലും ഒരിക്കലും കരയാത്ത സ്ത്രീകളൊന്നും ശക്തിയായ സ്ത്രീ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെ മനസ്സിൽ ദുഃഖം ഉണ്ടായിട്ടുണ്ടാകും ജീവിതത്തിൽ. അപ്പൊ നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും ഒരുപാട്. അതിന്റെ അർത്ഥം നമ്മൾ ഭയങ്കര ബലഹീനയായ സ്ത്രീ എന്നൊന്നും അല്ല. വേദനിപ്പിച്ചിട്ടും വീണ്ടും എഴുന്നേക്കുന്ന സ്ത്രീയാണ് ശക്തിയായ സ്ത്രീ, അല്ലെ? വഞ്ചിക്കപ്പെട്ടിട്ടും സ്വന്തം ഹൃദയത്തിലെ നന്മ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്ന സ്ത്രീയാണ് ഏറ്റവും ശക്തിയായ സ്ത്രീ, അല്ലെ? എന്റെ ഈ ഒരു 48-49 വർഷത്തെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, എന്നെ തകർത്ത സംഭവങ്ങൾ എന്റെ ജീവിതത്തിന്റെ അവസാന അധ്യായമേ അല്ല, അതെന്റെ ശക്തി ജനിച്ച സ്ഥലം മാത്രമാണെന്നാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. ഇനി എന്നെ ആരെങ്കിലും എന്റെ വാതിലിൽ വന്ന് എന്റെ വില ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മുറിവുകൾ കാണിച്ച് മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ എന്റെ സമാധാനവും എന്റെ ആത്മവിശ്വാസവും എന്റെ പുഞ്ചിരിയും കൊടുത്തുകൊണ്ടാണ് ഞാൻ അതിന്റെ മറുപടി പറയേണ്ടത്. നിനക്ക് എന്ത് കഴിവുണ്ട്, നിനക്ക് എന്ത് വിലയുണ്ട് എന്നൊരാളെ ഇനിയാണെങ്കിലും മുന്നോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഏറ്റവും വലിയ വിജയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ വേദനിപ്പിച്ചവരെ മറക്കുക എന്നത് മാത്രമല്ല, അവർ ഇല്ലാതെയും മനോഹരമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന് നമ്മൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ആ നിമിഷം മുതലാണ് നമ്മുടെ യഥാർത്ഥ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ അങ്ങനെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതും. എന്തായാലും കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചിന്തിച്ച ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിൽ എഴുതിയിടണം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടണം. പിന്നെ ഞാൻ എന്റെ പ്രൊഡക്റ്റുകളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കാണിച്ചല്ലോ. ഇത് മാത്രമല്ല, ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. ഏതെങ്കിലും പിന്നെ ബ്യൂട്ടി പ്രൊഡക്റ്റുകളോ ഹെൽത്ത് പ്രൊഡക്റ്റുകളോ കിച്ചൺ പ്രൊഡക്റ്റുകളോ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും അല്ലെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ. വാട്സപ്പ് നമ്പർ ഇതാ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ കാറ്റലോഗ് ഉണ്ട്. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, എനിക്ക് എന്തായാലും ഒരു ഹായ് വിടൂ, ഞാൻ കാറ്റലോഗ് അയച്ചു തരാം. കയറി നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ മേടിച്ചോളൂ. അടുത്ത ദിവസം നമുക്ക് മനോഹരമായ ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുവിട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സന്തോഷമായിട്ടിരിക്കൂ. എനിക്കൊരു ലൈക്കും ഷെയറും തരണം കേട്ടോ. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൊടുക്കണം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം. ഓക്കെ, ടാറ്റാ. ഇതിൽ ഞാൻ സവാള വറക്കുന്ന സീൻ കാണിച്ചതെന്ന് വെച്ചാൽ, ഞാൻ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ അത്ഭുതത്തോടെ ചോദിക്കും എന്നോട്. അത്രയും ടേസ്റ്റ് ഉള്ളത്. അതിന്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഇടാം കേട്ടോ. പിന്നെ ഞാനൊരു 3-4 ദിവസത്തെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു യാത്ര പോയിരുന്നു കേട്ടോ. അതിന്റെ വിശേഷങ്ങളും അതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളും, അതെന്തിനു വേണ്ടി എന്താന്നൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ഞാൻ എന്റെ കുറേ ഫ്രണ്ട്സുകളെ മീറ്റ് ചെയ്യാൻ പറ്റി. ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു യാത്ര ചെയ്യുന്നു കേട്ടോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു. ഈ അശ്വകൊച്ചു കോളേജിൽ പോയിട്ട് തിരിച്ചു വരാനിരിക്കും, ഞാൻ മുറ്റത്ത് ഇറങ്ങിയിട്ട് പറമ്പിൽ പോയിട്ട് ഒരു കറിവേപ്പില പൊട്ടിച്ചിട്ട്, എനിക്ക് അത്രയ്ക്ക് പേടിയാണ് ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോയി ഒരു കറിവേപ്പില പൊട്ടിക്കാൻ പോലും കേട്ടോ. അത്രയും പേടിച്ച് ഞാൻ ഇരുന്ന ഒരു കാലമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പാനിക് അറ്റാക്ക് ഉണ്ടായിട്ട് ഫിയർ കാരണം ഞാൻ ഒരുപാട് തവണ ഇവിടെ തലയിറങ്ങി വീണിട്ടുണ്ട് എന്റെ ഹാളിൽ കേട്ടോ. അങ്ങനെയൊക്കെ കുറേ പൊട്ടത്തരങ്ങളിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് ചിരി വരും കേട്ടോ. നിങ്ങൾക്ക് ഉപകാരമാവും എന്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുകയും കാണുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ. ഇതേ അവസ്ഥയൊക്കെ പോകുന്ന ഇപ്പൊ എന്നെ പോലെ ഒരു സ്ത്രീ അങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലരും അതേ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ഉപകാരമാകും. ആ വിശേഷങ്ങളും ഇപ്പൊ ഞാൻ എത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തതും അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അതുവരെ സ്നേഹത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ